ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് പ്രീ പ്രൈമറി ടീച്ചേഴ്സിൻ്റെ എക്സാമിനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. 40ഓളം ചോദ്യങ്ങൾ എടുത്തിട്ടുണ്ട്. ഹരിശ്രീയിൽ നിന്നെടുത്ത ചോദ്യങ്ങളാണ്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പരിചയപ്പെട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു സെഷനാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഭാഷാ പഠനത്തിനുള്ള മൗലിക ശേഷി എല്ലാവരിലും നിലനിൽക്കുന്നതായി സിദ്ധാന്തിച്ചത് ആരാണ്? അതെ, നോം ചോംസ്കി ആണ്. അദ്ദേഹമാണ് പറഞ്ഞത് ഭാഷാ പഠനത്തിനുള്ള മൗലിക ശേഷി എല്ലാവരിലും നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തത്, എല്ലാ ക്വസ്റ്റ്യൻസും മിക്സഡ് ആയിട്ടാണ് ഞാൻ നോക്കിയപ്പോൾ ഉണ്ടായിരുന്നത്, സൈക്കോളജി മാത്രമല്ല കേട്ടോ. മൈക്രോസ്പോറം എന്ന രോഗം ഏതിൻ്റെ ബാധയാലാണ് ഉണ്ടാകുന്നത്? അതൊരു ഫംഗസ് ബാധ മൂലമുണ്ടാകുന്ന രോഗമാണ് മൈക്രോസ്പോറം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം: അങ്കണവാടി കുട്ടികളിൽ സംഭാഷണ ശേഷി വളർത്താൻ ഏറ്റവും ഉചിതമായ മാർഗം എന്താണ്? ഈ അംഗൻവാടി കുട്ടികളിൽ സംഭാഷണശേഷി വളർത്താൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് സ്വതന്ത്രമായി സംഭാഷണത്തിൽ ഏർപ്പെടാൻ ഉള്ള അവസരം നമ്മൾ നൽകുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി മുതലുള്ള ചോദ്യങ്ങൾ ഞാൻ ഹൈഡ് ചെയ്ത് വെക്കും ആൻസേഴ്സ്. ചിലതൊക്കെ ഇതേപോലെയുള്ള വലിയ സെൻറ്റൻസുകളാണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പറയുമല്ലോ. ഓക്കെ, പറയാൻ കഴിയുന്നത്, ചിന്തിക്കാൻ കഴിയുന്നതൊക്കെ ഒന്ന് നോക്കി വയ്ക്കാം. ചിത്രങ്ങൾ നോക്കി കഥ പറയുക എന്ന പ്രവർത്തനത്തിലൂടെ കുട്ടി ആർജിക്കുന്ന ശേഷി എന്താണ്? അപ്പോൾ ചിത്രങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് കഥ പറയുന്ന ഒരു പ്രവർത്തനം ഉണ്ടല്ലോ, അതിലൂടെ കുട്ടി ആർജിക്കുന്ന ശേഷി എന്താണ്? അതെ, ദൃശ്യങ്ങളിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിച്ച് വാചികമായിട്ട് അവതരിപ്പിക്കുക. അതാണ് അത്തരം പ്രവർത്തനത്തിലൂടെ കുട്ടി ആർജിച്ചെടുക്കുന്ന ഒരു ശേഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടുത്തത് ആൻസർ കണ്ടുപോയി. ശിശുവികാസത്തിൽ മൂലധനമായി കണക്കാക്കുന്നത് എന്തിനെയാണ്? പാരമ്പര്യത്തെ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഇതൊക്കെ ഏകദേശം ഒരു എന്താണ്? ഒറ്റക്കാലിൽ ചാടുക, വസ്ത്രങ്ങൾ ധരിക്കുക, അഴിക്കുക, അതേപോലെ വരകളിലൂടെ കത്രിക ഉപയോഗിച്ച് മുറിക്കുക, ഇവയിൽ കുട്ടി പ്രാപ്തി നേടുന്നത് ഏത് പ്രായത്തിലാണ്? ഏകദേശ പ്രായം നോക്കുവാണെങ്കിൽ ഇതിൽ പറയുന്നത് 4 വയസ്സ് എന്നാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം: വ്യക്തിയാന്തര ബുദ്ധി ഏത് ബുദ്ധി സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. ഓക്കെ, വ്യക്തിയാന്തര ബുദ്ധി നമുക്കറിയാം, ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം അഥവാ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി നമ്മൾ പഠിക്കുന്നുണ്ട്. ആരതാണ്? ഹൊവാർഡ് ഗാർട്ട്നറിൻ്റെ ആണ് അല്ലേ? ഹൊവാർഡ് ഗാർട്ട്നറിൻ്റെ ആണ് നമ്മൾ പഠിക്കുന്നത്. ഇത് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം. അടുത്ത ചോദ്യം: മനഃശാസ്ത്രത്തിൻ്റെ സമഗ്രതാവാദം ഏത് സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അതെ, സമഗ്രതാവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണതയ്ക്കാണല്ലോ അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അത് ഏത് സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി അടുത്ത ചോദ്യം: കുട്ടി വാഹനം ഓടിക്കുന്നതായി അഭിനയിക്കുന്നതും വാഹനത്തിന്റെ ശബ്ദം പുറപ്പെടുവിക്കുന്നതും ചെയ്യുന്നത് ഏതിൻ്റെ ഫലമായിട്ടാണ്? ഭാവനയാണ് കേട്ടോ, അത് ഭാവനയാണ്. അടുത്തത്: ഒരു കാര്യത്തിലും തുടർച്ചയായി ശ്രദ്ധ പതിപ്പിക്കാൻ കഴിയുന്നില്ല, എപ്പോഴും വല്ലാതെ ഇളകി കളിക്കുന്ന പ്രകൃതം. മനഃശാസ്ത്രപരമായി ഇതിൻ്റെ പേരാണ് ADHD എന്ന് പറയുന്നത്, അറ്റൻഷൻ ഡെഫിസിറ്റ് ആൻഡ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, ADHD. ഓക്കെ, അടുത്ത ചോദ്യം: കുട്ടികൾക്ക് കളിക്കാനായി കളിക്കോപ്പുകൾ, ഇതാണ് ചോദ്യം, കളിക്കോപ്പുകൾ നിർമ്മിച്ച വിദ്യാഭ്യാസ പ്രവർത്തക ആരാണ്? കളിക്കോപ്പുകൾ നിർമ്മിച്ചത് നമ്മൾ ആരെയാണ് പഠിക്കുന്നത്? മരിയ മോണ്ടിസോറിയാണ്. മോണ്ടിസോറി മെത്തേഡ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അടുത്തത്: കുട്ടികളെ പഠിപ്പിക്കുന്നതിനെ കുറിച്ച് ജെറോം എസ് ബ്രൂണർ പറഞ്ഞത് എന്താണ്? അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിലാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്? കുട്ടികളെ പഠിപ്പിക്കുകയാണ് വേണ്ടത്. ഓക്കെ, കുട്ടികളെ പഠിപ്പിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞത് ആരാണ്? ബ്രൂണറാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. അടുത്ത ചോദ്യം: അനുപാതം പാലിച്ച് ചിത്രം വരയ്ക്കാൻ കഴിയുന്ന കുട്ടിയിൽ പ്രകടമാകുന്നത് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം അനുസരിച്ച് ഏത് തരം ബുദ്ധിയാണ്? അത് ദൃശ്യസ്ഥലപര ബുദ്ധി അഥവാ സ്പേഷ്യൽ ആൻഡ് വിഷ്വൽ ഇൻ്റലിജൻസിലാണ് വരുന്നത്, ദൃശ്യസ്ഥലപര ബുദ്ധി. ഓക്കെ, അടുത്ത ചോദ്യം: ബുദ്ധിയെ സംബന്ധിച്ച് ചാൾസ് സ്പിയർമാൻ അവതരിപ്പിച്ച സിദ്ധാന്തം ഏതാണ്?
അതേതാണ്? ദ്വിഘടക സിദ്ധാന്തം അഥവാ 2 ഫാക്ടർ തിയറിയാണ്. ദ്വിഘടക സിദ്ധാന്തമാണ്. ഓക്കെ, ഖരബുദ്ധി, ദ്രവബുദ്ധി എന്നൊക്കെ നമ്മൾ പഠിക്കുന്നില്ലേ, അത്. അടുത്തത്, കുട്ടിയുടെ പ്രവർത്തന മികവിനെ സ്വാധീനിക്കാത്ത ഘടകം ഏതെന്നാ ചോദിച്ചത്. അത് ആൻസർ ലിംഗഭേദമാണ്. അത് കുട്ടിയുടെ പ്രവർത്തന മികവിനെ സ്വാധീനിക്കുന്നില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം, ആൽഫ്രഡ് ബിനെ അറിയാലോ. ആൽഫ്രഡ് ബിനെ എന്ന മനഃശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായ ബുദ്ധി പരീക്ഷണം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ IQ ടെസ്റ്റാണ്, ഇൻ്റലിജൻസ് ക്വോഷ്യൻ്റ് ടെസ്റ്റ്. അതാണ് ആൽഫ്രഡ് ബിനെൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ബുദ്ധി പരീക്ഷണം അല്ലേ. ബുദ്ധി പരീക്ഷയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഇദ്ദേഹമാണല്ലോ. അതെ. അടുത്ത ചോദ്യം, പഠനം, ഓർമ്മ, പ്രശ്ന പരിഹരണം എന്നിവയുമായി ഇണങ്ങാൻ മനസ്സ് സ്വീകരിക്കുന്ന ധർമ്മങ്ങൾ ഏത് മനഃശാസ്ത്ര സരണിയുമായി ബന്ധപ്പെട്ടതാണ് ഈ പ്രസ്താവന? അതായത് പഠനം, ഓർമ്മ, പ്രശ്ന പരിഹരണം എന്നിവയുമായി ഇണങ്ങാൻ മനസ്സ് സ്വീകരിക്കുന്ന ധർമ്മങ്ങൾ എന്ന് പറയുന്നത് ഏത് മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ്? ധർമ്മവാദവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വില്യം ജെയിംസിൻ്റെ ആണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അടുത്ത ചോദ്യം, ശ്രമപരാജയങ്ങൾ, ഇതും കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ട്രയൽ ആൻഡ് എറർ ആണ് പഠനത്തിലേക്ക് നയിക്കുന്നത് എന്ന് സിദ്ധാന്തം അവതരിപ്പിച്ച വിദ്യാഭ്യാസ വിദഗ്ധൻ ആരാണ്? തോണ്ടൈക്കാണ്. ഓക്കെ, അടുത്ത ചോദ്യം, സ്കൂളുകളിൽ കൗമാരക്കാരായ പെൺകുട്ടികളുടെ മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഉദ്ദേശിച്ചുള്ള പദ്ധതിയുടെ പേര് എന്താണ്? അത് സൈക്കോ സോഷ്യൽ സർവീസ് ആണ്. അപ്പോൾ സൈക്കോ സോഷ്യൽ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്കൂളുകളിലെ കൗമാരക്കാരായ പെൺകുട്ടികളുടെ മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഉദ്ദേശിച്ചുള്ള പദ്ധതിയുടെ പേരാണ് സൈക്കോ സോഷ്യൽ സർവീസ്. അടുത്ത ചോദ്യം, ജീവിതത്തിൽ സ്വന്തമായി മൂല്യബോധവും വ്യക്തിത്വവും രൂപപ്പെടുന്നത് ഏത് വളർച്ചാ ഘട്ടത്തിലാണ്? അതായത് ശൈശവം, ബാല്യം എന്നൊക്കെ പറയുന്ന പോലെ ഏത് ഘട്ടത്തിലാണ് സ്വന്തമായിട്ട് മൂല്യബോധവും വ്യക്തിത്വവും ഒക്കെ രൂപപ്പെടുന്നത്? അത് കൗമാര കാലഘട്ടത്തിലാണ് കേട്ടോ, കൗമാരത്തിലാണ്. അടുത്ത ചോദ്യം, മനസ്സിനെ കുറിച്ചുള്ള പഠനത്തിൽ ഘടനാവാദം സ്വീകരിച്ചിട്ടില്ലാത്ത മനഃശാസ്ത്ര പദ്ധതി ഏതാണ്? അത് ഉൾക്കാഴ്ചയാണ്, ഇൻസൈറ്റ് കേട്ടോ. മനസ്സിനെ കുറിച്ചുള്ള പഠനത്തിൽ ഘടനാവാദം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഘടനാവാദം സ്വീകരിച്ചിട്ടില്ലാത്ത മനഃശാസ്ത്ര പദ്ധതി ഉൾക്കാഴ്ചയാണ്, ഇൻസൈറ്റ്. അടുത്തത്, അങ്കണവാടി കുട്ടികളുടെ ദിനചര്യയിൽ ഉറക്കം ഉൾപ്പെടുത്തിയതിൻ്റെ കാരണം എന്താണ്? ശാരീരിക ഭൗതിക വളർച്ചയ്ക്ക് ഉറക്കം ആവശ്യമാണ്. അങ്കണവാടി കുട്ടികളുടെ ദിനചര്യയിലെ ഉച്ചയ്ക്ക് ശേഷം അവർ ഉറങ്ങില്ലേ, അപ്പോൾ അത് ശാരീരിക ഭൗതിക വളർച്ചയ്ക്ക് എന്താണ്? ഉറക്കം ആവശ്യമാണ് കേട്ടോ. അടുത്തത്, നമുക്കല്ലേ കുട്ടികൾക്ക്. അടുത്തത്, നമുക്ക് ഉറക്കം ആവശ്യമാണ്. രാത്രി ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ ഉറക്കം കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. ഓക്കെ, മിനിമം 6 മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങിയിരിക്കണം. അടുത്തത്, ഒരാളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് പഠിച്ച് വ്യാഖ്യാനിക്കുന്ന പദ്ധതി ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? അതാരാണ്? ഫ്രോയിഡ് ആണ് അല്ലേ, സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് ഒരാളുടെ സ്വപ്നങ്ങളെ കുറിച്ച് പഠിച്ച് വ്യാഖ്യാനിക്കുന്ന പദ്ധതി ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ സിഗ്മണ്ട് ഫ്രോയിഡ്. അടുത്ത ചോദ്യം, പഠനവുമായി ബന്ധപ്പെട്ട് അങ്കണവാടികളിൽ നടക്കുന്ന കാര്യങ്ങളെ എങ്ങനെ സംഗ്രഹിക്കാം? അതായത് പഠനത്തിനുള്ള സന്നദ്ധതാ പ്രവർത്തനം എന്നാണ് പറയുന്നത്. പഠനവുമായി ബന്ധപ്പെട്ട് അങ്കണവാടികളിൽ നടക്കുന്ന കാര്യങ്ങളെ നമുക്ക് പഠനത്തിനുള്ള സന്നദ്ധതാ പ്രവർത്തനം എന്നുള്ള രീതിയിലാണ് സംഗ്രഹിക്കാൻ കഴിയുക. അടുത്ത ചോദ്യം, 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭിന്നശേഷിക്കാരുള്ള ജില്ല എവിടെയാണ്? കോഴിക്കോടാണ്. 2011 സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ ഭിന്നശേഷിക്കാരുള്ള കേരളത്തിലെ ജില്ല. അടുത്ത ചോദ്യം, ഏറ്റവും ഒടുവിൽ നടന്ന ജനസംഖ്യാ കണക്കെടുപ്പ് പ്രകാരം കേരളത്തിലെ ഭിന്നശേഷിക്കാരുടെ എണ്ണം ജനസംഖ്യയുടെ എത്ര ശതമാനമാണ്? 2.28% എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് കൈകാര്യം ചെയ്യുന്നത് ഏത് കാര്യമാണ്? ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് കേട്ടോ. കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളിൽ നിയമ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ,
ഇനി അടുത്ത ചോദ്യം ഏതാണ്? മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ MRS ഏത് പദ്ധതിയുടെ ഭാഗമാണ്? അത് പട്ടികവർഗ വികസന പദ്ധതിയുടെയാണ് കേട്ടോ. പട്ടികവർഗ വികസന പദ്ധതി. അടുത്ത ചോദ്യം, ആവശ്യങ്ങളുടെ ശ്രേണി നിർദ്ദേശിച്ച മനഃശാസ്ത്രജ്ഞൻ ആര്? ആവശ്യങ്ങളുടെ ശ്രേണി അറിയാലോ, അത് ആരുടെയാണ്? ആവശ്യങ്ങളുടെ ശ്രേണി എബ്രഹാം മാസ്ലോന്റെ ആണ് ആവശ്യങ്ങളുടെ ശ്രേണി. അടുത്ത ചോദ്യം, ചിതറിക്കിടക്കുന്ന മഞ്ചാടി മണികൾ പെറുക്കിയെടുക്കുക എന്ന പ്രവർത്തനം അങ്കണവാടി കുട്ടികൾ ചെയ്യുമ്പോൾ ഏതിൻ്റെ വികാസമാണ് നടക്കുന്നത്? അപ്പോൾ ഇങ്ങനെ കുറേ മഞ്ചാടി മണികൾ ഇങ്ങനെ പെറുക്കിയെടുക്കുക എന്ന് പറയുമ്പം അവിടെ എന്തിനുള്ള സാധ്യതയാണ് കൂടുതൽ വരുന്നത്? സൂക്ഷ്മപേശി വികാസമാണ് അല്ലേ? സൂക്ഷ്മപേശി വികാസമാണ് അവിടെ നടക്കുന്നത്. അടുത്തത്, കളിക്കുമ്പോൾ വീണ് മുറിവേറ്റ അങ്കണവാടി കുട്ടിക്ക് നിങ്ങൾ നൽകുന്ന ആദ്യത്തെ പരിചരണം എന്തായിരിക്കും എന്നാണ് ചോദിച്ചത്. അതൊന്നുമില്ല, സിമ്പിളാണ്. പ്രഥമ ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്ത ചോദ്യം, ഉന്മേഷമില്ലാതെ അങ്കണവാടിയിലെത്തുന്ന കുട്ടികളിലും മറ്റ് പ്രവർത്തനങ്ങളിലും പങ്കെടുക്കാൻ മടിച്ചു മാറി നിൽക്കുന്നു. ഓക്കെ, സോറി, വായിച്ച തെറ്റിപ്പോയതാണ്. ഉന്മേഷമില്ലാതെ അങ്കണവാടിയിലെത്തുന്ന കുട്ടി കളികളിലും മറ്റു പ്രവർത്തനങ്ങളിലും പങ്കെടുക്കാൻ മടിച്ചു മാറി നിൽക്കുന്നു. കുട്ടിയുടെ അമ്മയെ കണ്ടാൽ നൽകുന്ന പ്രധാന നിർദ്ദേശം എന്തായിരിക്കും? പര്യാപ്തമായ പ്രഭാത ഭക്ഷണം കഴിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, അടുത്ത ചോദ്യം, ശാസ്ത്രകാര്യങ്ങൾ പഠിപ്പിക്കാൻ പോലും പുരാണ കഥകളും ആഖ്യാനങ്ങളും പ്രയോജനപ്പെടുത്താമെന്ന് അഭിപ്രായപ്പെട്ട വിദ്യാഭ്യാസ ശാസ്ത്രജ്ഞൻ ആരാണ്? അത് ജെറോം എസ് ബ്രൂണർ ആണ്. എന്താണ്? ശാസ്ത്രകാര്യങ്ങൾ പഠിപ്പിക്കാൻ പോലും പുരാണ കഥകളും ആഖ്യാനങ്ങളും പ്രയോജനപ്പെടുത്താം എന്ന് അഭിപ്രായപ്പെട്ട വിദ്യാഭ്യാസ ശാസ്ത്രജ്ഞനാണ് ജെറോം എസ് ബ്രൂണർ. ഓക്കെ, അടുത്ത ചോദ്യം, പ്രീ സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാഭ്യാസ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് ദേശീയ തലത്തിൽ നടക്കുന്ന വിദ്യാഭ്യാസ പദ്ധതി ഏതാണ്? അത് സമഗ്ര ശിക്ഷ അഭിയാനാണ്. കേരളത്തിൽ സമഗ്ര ശിക്ഷ സമഗ്ര ശിക്ഷ അഭിയാനാണ് പ്രീ സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാഭ്യാസ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് ദേശീയ തലത്തിൽ നടക്കുന്ന വിദ്യാഭ്യാസ പദ്ധതി. ഓക്കെ, അടുത്ത ചോദ്യം, അന്തർദേശീയ തലത്തിൽ കുട്ടികളുടെ ക്ഷേമം മുൻനിർത്തിയുള്ള നിലവിലുള്ള സേവന ഏജൻസി ഏതാണ്? അത് യുണിസെഫ് ആണ്. യുണിസെഫ്. ഓക്കെ, അടുത്ത ചോദ്യം, അങ്കണവാടിയിലെ പ്രവർത്തനങ്ങൾ ആദ്യഘട്ടങ്ങളിൽ സംഘമായും ക്രമത്തിൽ വ്യക്തിഗതമായും നടത്തുന്നത് എന്തുകൊണ്ടാണ്? ഓക്കെ, ആദ്യഘട്ടത്തിൽ സംഘമായിട്ടും പിന്നീട് വ്യക്തിഗതമായിട്ടുമാണ് നടത്തുന്നത്. അതെന്തിനാണ്? കുട്ടികളിൽ ഒരു ആത്മവിശ്വാസം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അടുത്ത ചോദ്യം ഒരു നീണ്ട ചോദ്യമാണ്, എളുപ്പമാണ്, സംഭവം എന്താന്ന് നോക്കാം. ഈ കാലയളവിൽ, ഏതൊരു കാലയളവിനെ കുറിച്ചാണ് പറയുന്നത്? കടുത്ത മാനസിക സംഘർഷങ്ങളിലേക്ക് നയിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് കഴിയുന്നത്ര ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കണം. ഭാരിച്ച ആഹാരമല്ല, പോഷക സമൃദ്ധമായ ആഹാരമാണ് കഴിക്കേണ്ടത്. നിസ്സാരമായ അസുഖങ്ങൾക്ക് ശക്തി കൂടിയ മരുന്നുകൾ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ബോധവൽക്കരണ ക്ലാസ്സിലെ ചില ഭാഗങ്ങളാണ് ഇത്. ഏത് കാലത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അതേതാണ്? ഗർഭകാലമാണ്. ഗർഭകാലം. ഓക്കെ, അടുത്ത ചോദ്യം, ആരോഗ്യകരമായ ശിശു വളർച്ചയിലൂടെ ആരോഗ്യമുള്ള ഭാവി സമൂഹം എന്ന ലക്ഷ്യത്തോടെ അങ്കണവാടിയിൽ നടക്കുന്ന പ്രവർത്തനം ഏതാണ്? അപ്പം ശിശു വളർച്ചയ്ക്ക് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അത് ഏതാണ്? പോഷകാഹാര വിതരണമാണ്. പോഷകാഹാര വിതരണം. ഓക്കെ, അടുത്ത ചോദ്യം, അങ്കണവാടി കുട്ടികളുടെ സമയനിഷ്ഠയെ സംബന്ധിച്ച പരാതിയിൽ നിങ്ങളുടെ വിശദീകരണം എന്താകുമെന്ന് ചോദിക്കുന്നുണ്ട്. അതെന്താണ്? അങ്കണവാടി കുട്ടികൾ ആദ്യ ബാല്യഘട്ടത്തിലുള്ളവരായതിനാൽ കണിശമായ സമയനിഷ്ഠയും അച്ചടക്കവും പാലിക്കുന്നത് ഗുണകരമാകുന്നില്ല എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ ഒരു വിശദീകരണം. ഓക്കെ, അങ്കണവാടി കുട്ടികൾ ഏർലി ചൈൽഡ്ഹുഡ് പീരീഡിൽ വരുന്നവരാണ് അല്ലേ? അതുകൊണ്ട് തന്നെ അവർക്ക് കണിശമായിട്ടുള്ള സമയനിഷ്ഠ, അതേപോലെ അച്ചടക്കം പാലിക്കുക എന്നുള്ള കാര്യങ്ങളൊന്നും അത്ര ഗുണകരമായിരിക്കില്ല. ഓക്കെ, അടുത്ത ചോദ്യം, ബുദ്ധിക്ക് പൊതു ഘടകം, സവിശേഷ ഘടകം എന്നിങ്ങനെ രണ്ട് ഘടകങ്ങൾ ഉള്ളതായിട്ട് സിദ്ധാന്തിച്ചത് ആരാണ്?
ചാൾസ് സ്പിയർമാൻ ആണ്. വെരി സോറി, ഞാൻ നേരത്തെ പറഞ്ഞത് വലിയൊരു തെറ്റാണ്. ഞാൻ നേരത്തെ നമ്മളൊരു ചോദ്യം പഠിച്ചില്ലേ, എന്തായിരുന്നു? ചാൾസ് സ്പിയർമാൻ അവതരിപ്പിച്ച സിദ്ധാന്തം ഏതെന്ന് ചോദിച്ചപ്പോൾ ദ്വിഘടക സിദ്ധാന്തം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഞാൻ ഖരബുദ്ധി ദ്രവബുദ്ധി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് RB കാറ്റലിൻ്റെ ആണ് കേട്ടോ. ഖരബുദ്ധി ദ്രവബുദ്ധി എന്ന് പറഞ്ഞിട്ട് ദ്വിഘടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ്വിഘടക ബുദ്ധിയാണ്. അത് RB കാറ്റലിൻ്റെ മാറിപ്പോയതാണ്. ചാൾസ് സ്പിയർമാൻ്റെത് ഏതാണ്? G ഫാക്ടർ S ഫാക്ടർ എന്നുള്ള ബുദ്ധിക്ക് പൊതുഘടകം സവിശേഷ ഘടകം എന്നിങ്ങനെ 2 ഘടകങ്ങൾ ഉള്ളതായിട്ട് സിദ്ധാന്തിച്ചത് ആരാണ്? ചാൾസ് സ്പിയർമാൻ ആണ് കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞത് ഖരബുദ്ധിയും ദ്രവബുദ്ധിയും RB കാറ്റലിൻ്റെ ആണ് മാറിപ്പോയത്. അടുത്ത ചോദ്യം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഇവിടെ ഉണ്ട്. ഓർമ്മയെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങളിൽ സെമാൻറ്റിക് മെമ്മറി ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സെമാൻറ്റിക് മെമ്മറി വാക്കുകളും അവയുമായി ബന്ധപ്പെട്ട അർത്ഥങ്ങളും സംബന്ധിച്ചതാണ്. വാക്കുകളും അവയുമായി ബന്ധപ്പെട്ട അർത്ഥങ്ങളും സംബന്ധിച്ചതാണ് സെമാൻറ്റിക് മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 41 ചോദ്യങ്ങളാണ്, 40ഓളം ചോദ്യങ്ങളാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഇത്തരം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഹരിശ്രീയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ഹരിശ്രീയിൽ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. വല്ല മോഡൽ ക്വസ്റ്റ്യൻസോ അങ്ങനെ എന്തെങ്കിലും തൊഴിൽ വാർത്തയിൽ വരുവാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാവേ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.